നമുക്ക് ഈ മമ്മൂക്കയെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട് വിജയ. അതായത് ഈ അടുത്തിടെ ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയയിലെ സംഭവത്തിലൂടെ മുകേഷ് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഈ കഥ പറയുമ്പോൾ ഒരു സിനിമ മുകേഷും ശ്രീനിവാസനോടാണ് നിർമ്മിച്ചത്. സൂപ്പർ ഹിറ്റായിരുന്നു ആ സിനിമ. അപ്പോൾ ആ കഥ പറയുമ്പോൾ സിനിമ ഇവരിൽ കുറച്ച് കാശേ ഉള്ളൂ. അപ്പോൾ ഇവർക്കെങ്കിൽ സിനിമ പിടിച്ച് കാശുകാരാവണമെന്നൊരു മോഹവും. അപ്പോൾ ഇവർ രണ്ടുപേരുടെ പോയി വയസ്സാം കാലത്തിന് സിനിമ പിടിച്ച് പൈസക്കാരനാകാമെന്ന് മമ്മൂക്കയുടെ വീട്ടിൽ ചെന്നിട്ട് മമ്മൂക്കയോട് പറഞ്ഞു, ഇതിലെ ഒരു നായകനാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കണം, അങ്ങേക്ക് അതിന് എത്ര പൈസ ഞങ്ങൾ തരണം, അങ്ങ് പൈസ പറയുന്ന അനുസരിച്ചായിരിക്കും ഞങ്ങളുടെ ഈ നിർമ്മാണമായിട്ട് മുന്നോട്ട് പോകുന്നത്. വലിയൊരു എമൗണ്ട് ചോദിച്ചാൽ ഞങ്ങളിപ്പോൾ തന്നെ 10 മടക്കി വീട്ടിൽ പോകും, എന്തായാലും അങ്ങില്ലാതെ ഈ പടം ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പം മമ്മൂക്ക പലതും ആലോചിച്ചു. ഒരു പിന്നെ പറഞ്ഞോണം. മുകേഷാണ് സംസാരിക്കുന്ന മൊത്തം എത്രയാണെന്ന് പറഞ്ഞു, ലക്ഷങ്ങൾ കോടികൾ എത്രയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഞങ്ങളങ്ങ് തിരിച്ചു പോകും, പടം വെച്ച് മടക്കുമെന്നായിരുന്നു മമ്മൂക്ക. അപ്പം നിങ്ങൾ ലക്ഷങ്ങളും കോടികളും ഒക്കെ ആണല്ലോ തരാൻ തയ്യാറായി വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പൈസ വാങ്ങാതെ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞു കളഞ്ഞു. ഇപ്പോഴത്തെ പ്രൊഡ്യൂസർമാർ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രൊഡ്യൂസർമാർ എന്നാ മമ്മൂക്കയുടെ വീട്ടിലെ ക്യൂ ആയിരിക്കും. അന്ന് കാണിച്ച് ഒന്നുകൂടെ കാണിക്കാം, റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ കാണിക്കാം. മമ്മൂക്ക ഇപ്പം അങ്ങനെ അബദ്ധം കാണിക്കാറില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ അതായത് നമ്മുടെ ഈ ചലച്ചിത്ര ലോകത്തും അല്ലാതെ താരപ്രഭയുള്ള ആളുകളും അതുപോലെ പ്രശസ്തരായ വിഖ്യാതരായ ആളുകളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ക്ലാസ്മേറ്റ്സുകളുണ്ടാകും, കൂടെ പഠിച്ചവർ എന്നും നമ്മൾ ബഹുമാനിക്കണം. അതുകൊണ്ട് അങ്ങനെ ഒരു സെഗ്മെന്റ് കൂടി ഈ പരിപാടിയിലുണ്ട്, ക്ലാസ്മേറ്റ്സ്. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ സെഗ്മെന്റിൽ പറയുന്നത് പ്രശസ്തരായ ആളുകളുടെ അപ്രശസ്തരായ കൂട്ടുകാരാണ്. അവരെ ആരും അറിയുന്ന തന്നെ മമ്മൂക്കയുടെ സുഹൃത്ത് അല്ലെ, മമ്മൂക്കയുടെ ക്ലാസ്മേറ്റ്. അങ്ങനെയുള്ള ആ കൂട്ടുകാരെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് ഇന്നു മുതൽ. ആദ്യമായി പരിചയപ്പെടുത്തുന്നത് മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടിയുടെ, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ സുഹൃത്തിനെയാണ്. പഠനകാലം തൊട്ടേ മമ്മൂട്ടിയുടെ കൂട്ടുകാരനായ എന്നാൽ സിനിമക്കാരനല്ലാത്ത റോബ്സനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ റോബ്സനാണ് നമ്മുടെ ഹീറോ. അതെ, റോബ്സൺ. സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എൻ്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടിത്തന്ന എൻ്റെ ബാലൻ. അവൻ്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്കീസിൽ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമകൾ കണ്ടു, കടലമുട്ടായി വാങ്ങിത്തന്നു. സ്വന്തം ജീവിതത്തെക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്ന് വലിയ ഉയരങ്ങളിലെത്തണമെന്നും അവൻ ആഗ്രഹിച്ചു. വ്യത്യസ്തനാം ഒരു ബാർബറാം ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. ബാലനെയും അശോകനെയും മലയാളികൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. യഥാർത്ഥ ജീവിതത്തിലും നമ്മുടെ മമ്മൂക്കയ്ക്ക് അത്തരത്തിലൊരു ബാലനുണ്ട്, റോബ്സൺ ചേട്ടൻ. കൊച്ചി MG റോഡിലെ റോബ്സൺ ചേട്ടന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മഹാരാജാസ് കോളേജിലെ 1969-74 കാലഘട്ടം. ആ കാലത്താണ് മഞ്ഞുമൽ സ്വദേശി റോബ്സൺ മമ്മൂട്ടിയെ പരിചയപ്പെടുന്നത്. പിന്നീട് മഹാരാജാസിന്റെ വരാന്തകൾ ഉടലെടുത്തത് ഒരിക്കലും പിരിയാൻ കഴിയാത്ത ആത്മബന്ധം. FACT നിന്ന് രാജിവെച്ചാണ് കൊച്ചി MG റോഡിൽ ഡെലാഗോ ഡ്രൈ ക്ലീനേഴ്സ് ആരംഭിക്കുന്നത്. ഏത് വിശേഷ ദിവസങ്ങളിലും പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിലും മമ്മൂക്ക റോബ്സൺ ചേട്ടന് മുന്നിൽ എപ്പോഴും ഉണ്ടാകും. താരരാജാവുമായുള്ള സൗഹൃദത്തെ ഓർത്തെടുക്കുകയാണ് റോബ്സൺ. അത് അന്ന് എല്ലാവരും കാലത്തോട്ട് കാണും, ഉച്ചയാകുമ്പോൾ എവിടെ നിന്നെങ്കിലും ചായ കുടിക്കും. കോളേജ് പോണവരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. പഠിത്തത്തെ പറ്റി ആരും ഡിസ്കസ് ചെയ്യാറില്ല, തമാശകൾ മാത്രമേ ഉള്ളൂ. ചിരിക്കാത്ത നമ്മുടെ മുഖം എനിക്ക് ഓർമ്മയില്ല. ആ മഹാരാഷ്ട്രയിൽ പണ്ടേ എല്ലാവരും ഗേൾസായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അവർ ഈക്വലി ഞങ്ങളുടെ ഫ്രണ്ട്സിനെ പോലെ, മെയിൽ ഫ്രണ്ട്സിനെ പോലെ തന്നെയായിരുന്നു ഗേൾ ഫ്രണ്ട്സ്. അവരൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ശാന്തശീലനും രസികരുമായ മമ്മൂക്ക പഠനത്തിനും കലയിലും അന്നേ അഭിരുചി കാണിച്ചിരുന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയിട്ടും മമ്മൂക്ക തനിക്ക് സമ്മാനിച്ചത് സുഹൃത്ത് ബന്ധത്തിന്റെ വലിയ വില. അന്ന് നാടകം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ താല്പര്യമുള്ള ആളാണ്. ആദ്യത്തെ സിനിമയൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളത് സത്യൻ്റെ ഒരു പടം ചെല്ലപ്പൻ ചേട്ടനോട് എന്ന് പറയാണ്, സത്യനോട് ഇക്കാടെ കട ഗുണ്ടകൾ തല്ലിപ്പൊട്ടിച്ചു എന്ന്. അപ്പോൾ ആ ഡയലോഗ് ഞങ്ങൾ മമ്മൂട്ടി വരുമ്പോൾ വിളിച്ചു പറയും. സംസാരപ്രിയനായിരുന്നു, വളരെ സൗഹൃദമായിരുന്നു ഞങ്ങളെല്ലാവരും. പോയി ചായ കുടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പരിപ്പ് മേടിച്ചാൽ പപ്പാതി ആയിരിക്കും ചിലപ്പോൾ കഴിക്കണം. അങ്ങനെ ആരുടെ അടുത്തും കാശൊന്നും ഉണ്ടായിരുന്നില്ല. മമ്മൂക്കയെ പറ്റി സംസാരിച്ച് ഒടുവിൽ റോബ്സൺ ചേട്ടൻ വികാരാധീനനായി. പുള്ളിയുടെ പ്രയത്നം കൊണ്ടും ഇതുകൊണ്ടാണ് പുള്ളി ഈ നിലയിലെത്തിയത്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു, അത്രയും ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ ജെന്യുവിൻ ആയിട്ടുള്ള അപ്രോച്ചേ ഉള്ളൂ. എനിക്ക് വളരെ പ്രിയപ്പെട്ടാണ്, വളരെ വളരെ പ്രിയപ്പെട്ടാണ്.
ഞാൻ ആരോഗ്യവും വല്ലതും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് മമ്മൂട്ടിക്ക് വേണ്ടി. പറഞ്ഞാലും തീരാത്തത്ര വിശേഷങ്ങളുണ്ട് റോബ്സൺ ചേട്ടനെ മമ്മൂക്കയെ പറ്റി പറയാൻ. സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടുകൂടി മമ്മൂക്കയെ എന്ന് മുന്നിൽ കാണണമെന്ന് മാത്രമാണ് ചേട്ടൻ്റെ ആഗ്രഹം. യഥാർത്ഥത്തിൽ വലിയ ഒരു സൗഹൃദത്തിൻ്റെ പ്രതീകം കൂടിയാണ് റോബ്സൺ ചേട്ടൻ. കൊച്ചിയിൽ നിന്ന് അനൂപ് എസ് നായർക്കൊപ്പം YS അഭിനന്ദ്, 24.